ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനവും ഇസ്രായേൽ ചരിത്രവും 192 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ശലോമോന്റെ പിന്മാറ്റവും അന്ത്യവും. 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം. ശലോമോൻ ഫറവോന്റെ മകളെ കൂടാതെ അമ്മോന്യർ, ഏദോമ്യർ, സീദോന്യർ, ഹിത്യർ എന്നീ അന്യ ജാതികളിൽ നിന്നും ഭാര്യമാരെ എടുത്തു. യോശുവയുടെ മരണത്തിന്റെ സമാപന വേളയിൽ പല കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിലൊന്ന് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: നമ്മൾ വിട്ടേച്ചു പോന്ന ദൈവങ്ങളെ നിങ്ങൾ സേവിക്കരുതേ. അടുത്തു പറഞ്ഞിരിക്കുന്നത് കുടുംബസമേതം ദൈവത്തെ ആരാധിക്കണം. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് അന്യജാതിയിൽ നിന്ന് ഭാര്യമാരെ എടുക്കരുത്, എടുത്താൽ ഉണ്ടാകുന്ന ശിക്ഷ പ്രസ്താവിച്ചിട്ടുണ്ട്. യോശുവ 23-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം മുതൽ 13-ാമത്തെ വാക്യം വരെയും പ്രസ്താവിച്ചിട്ടുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 3-ാമത്തെ വാക്യം. അവന്റെ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ വശീകരിച്ചു. ശിംശോന് പറ്റിയതും അത് തന്നെയായിരുന്നു. ദലീല അവന്റെ ഹൃദയത്തെ വശീകരിച്ചതുപോലെ ശലോമോന്റെ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ വശീകരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനിയാണെങ്കിലും വഴി വിട്ടുപോയാൽ ദൈവം തള്ളിക്കളയും. അവനോട് പറഞ്ഞ, നിനക്ക് മുമ്പേ നിന്നെപ്പോലെ ജ്ഞാനിയില്ല, നിന്റെ മരണാനന്തരവും നിന്നെ പോലെ ഒരു ജ്ഞാനിയുമില്ല. പക്ഷേ ദൈവകൃപ വിട്ടുപോയാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളും ഭീമമായ നഷ്ടം തന്നെ ആയിരിക്കും എന്നോർത്തുകൊള്ളുക. വലിയ ജ്ഞാനിയാണെങ്കിലും അവന്റെ ഭാര്യമാരെ പറഞ്ഞതനുസരിച്ച് അവൻ ജീവിക്കാൻ തുടങ്ങി. മറ്റേത് അവൻ പറഞ്ഞനുസരിച്ചായിരുന്നു ഇസ്രായേൽ ജീവിച്ചത്. ഇപ്പോൾ ഇവന്റെ ഭാര്യമാര് ഇവളുമാര് പറയുന്നതനുസരിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങി. കാരണം അവരെ അന്യജാതികളായതിനാൽ അവരുടെ ഉള്ളത്തിൽ അവർ സേവിക്കുന്ന ദേവീ ദേവന്മാർ കുടികൊണ്ടിരുന്നു. അവരെല്ലാം കൂടെ ഒരു യൂണിയൻ ചേർന്ന് പറയാം. നമ്മുടെ ഈ നാട്ടിലെ ഭാഷ അനുസരിച്ച് അവര് പറഞ്ഞു, യെരുശലേമിനെതിരെയുള്ള മലയിൽ ഞങ്ങൾക്ക് ആലയം പണിതു തരണം, അവിടെ ഞങ്ങൾ പറയുന്ന ദേവീ ദേവന്മാരെ പ്രതിഷ്ഠിക്കണം എന്ന് ശലോമോനോട് പറഞ്ഞപ്പോൾ ശലോമോന് പറയാമായിരുന്നു, ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്, നടക്കുകയില്ല എന്ന് പറയാമായിരുന്നെങ്കിലും അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, അവന്റെ ഹൃദയത്തെ വശീകരിച്ചു. യെരുശലേമിനെതിരെയുള്ളതായ ആ മലയുടെ മുകളിൽ അവിടെ പറഞ്ഞ ഇപ്രകാരമാണ്, മോവാബ്യർക്കും അമോന്യർക്കും വേണ്ടി മ്ലേച്ഛ വിഗ്രഹങ്ങളെയും പൂജാഗിരികളെയും പണിതു ധൂപം കാട്ടി ബലി കഴിപ്പിച്ചു. അവർക്ക് വേണ്ടി, തൻ്റെ ഭാര്യമാർക്ക് വേണ്ടി അവനത് തുടർന്നു. അവര് ചെയ്യുന്നത് പോലെ ഇവനും തുടർന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ
ശമരിയ സ്ത്രീയും യേശുവുമായിട്ടുള്ള സംഭാഷണത്തില് ശമരിയ സ്ത്രീ പറയുന്ന മല ഇതാണ്. ഏത്? ശലോമോൻ പണിതു കൊടുത്തതായ ആ പൂജാഗിരികളെ പറ്റിയാണ് ഇവൾ പറയുന്നത്. നിങ്ങൾ പറയുന്നു യെരുശലേമിലെ ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മല ചൂണ്ടിക്കാണിച്ച്, തൊട്ടടുത്തുള്ള മല ചൂണ്ടിക്കാണിച്ച് ഞങ്ങളുടെ പിതാക്കന്മാർ അവിടെ ആരാധിക്കുന്നു. അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, എല്ലാത്തിനും ഉപേക്ഷിച്ചെങ്കിലും അവൾക്ക് ആരാധനയിൽ അവളെ ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. കാരണം ഇങ്ങനെയുള്ളവർക്ക് എങ്ങനെ വേണേലും ആരാധിക്കാം, എന്തു പാപം ചെയ്താലും അവർക്ക് ആരാധനയ്ക്ക് യാതൊരു തടസ്സവും നിയമങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ വേണേലും ജീവിക്കാം. നമുക്കങ്ങനെയല്ല, നമുക്കൊരു പ്രമാണമുണ്ട്. ആ പ്രമാണം വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ശാപഗ്രസ്തർ, ലോക മനുഷ്യനേക്കാളിലും അധപ്പതിച്ചവരായിരിക്കും എന്ന് ഓർത്തുകൊള്ളുക. തന്റെ അവസാന ഭാഗത്തേക്ക് വരുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവിടെ പ്രത്യേകിച്ചൊരു കാര്യം പറയുന്നു. ദൈവം, യഹോവയായ ദൈവം ശലോമോനോട് കോപിച്ചു. എന്നിട്ട് പറയുകയാണ്, ദൈവം അവനെ കൈവിട്ടു. നിന്റെ രാജ്യത്വം എടുത്ത് നിന്റെ ദാസന് ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു. ദൈവം കോപിക്കുക എന്ന് പറഞ്ഞാൽ നാം അത്രമാത്രം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, ദൈവം കോപിച്ചു കഴിഞ്ഞാൽ ലോകത്തിനൊരു പരിഹാരമില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർത്തുകൊള്ളുക. ദൈവത്തിന്റെ അവസാന ഭാഗമാണ് ദൈവം കോപിച്ചു. നിന്റെ ദാസന് ഞാൻ നിന്റെ രാജ്യത്വം കൊടുക്കുമെന്ന് ശലോമോനോട് ദൈവം പറഞ്ഞു. എബ്രായ ലേഖനം വായിച്ചു വരുമ്പോൾ 11-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ ശിംശോനുണ്ട്. അങ്ങനെ പലരുടെയും പേര് പറയുന്നു. ശലോമോന്റെ പേരവിടെ കാണുന്നില്ല. കാരണം ശിംശോൻ നിത്യതയിൽ പ്രവേശിക്കലായിരുന്നു എന്നായിരുന്നു നമ്മുടെ ചിന്താഗതി. എന്നാൽ ശിംശോൻ അവസാനം യഹോവയോട് തന്റെ പാപം ഏറ്റു പറഞ്ഞു. നീ എന്റെ ശക്തിയെ മടക്കി തരണമേ. അവന്റെ നിലവിളിയുടെ മുമ്പിൽ ദൈവം അവസരം കൊടുത്തു. ശലോമോൻ ദൈവത്തോടെ നിലവിളിച്ചില്ല. 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 43-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ശലോമോൻ മരിച്ചു. എങ്ങനെ? നിത്യതയിൽ പോകാതെ വണ്ണം പാപത്തിൽ മരിച്ചു. നിത്യ നഷ്ടപ്പെട്ടു. ജ്ഞാനിയാണെങ്കിലും വലിയവനാണെങ്കിലും എനിക്ക് ദൂത് പറയാനുള്ളത്, ദൈവം കൈവിട്ടാൽ എല്ലാം പോയിരിക്കും. ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതിന് ഏറ്റവും പരമപ്രധാനമായ കാര്യം, യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഒരു വലിയ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളും അംഗമാകൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.